വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു പ്രിൻറ്റഡ് അജ്രക് കുർത്തിയുടെ ചെസ്റ്റ് പോർഷനിൽ ഒരു യു ഷേപ്പിലുള്ള യോക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ബീഡ്സ് വർക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയലിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ പീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലിയ കട്ട് പീസ് നമുക്ക് കയ്യിലുണ്ട്. പക്ഷേ ആ തുണി വേസ്റ്റ് ആക്കാത്ത രീതിയിൽ ഈ ഒരു സൈഡ് വഴിയാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗമാണ് നമ്മൾ യോക്ക് പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ എത്രയാണോ വീതി വേണ്ടത് അതുപോലെ മാർക്ക് ചെയ്തിട്ടൊരു ബോക്സായിട്ട് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഹാഫ് ബീഡ്സ് 2mm ഹാഫ് ബീഡ്സും പിന്നെ ട്യൂബ് പോലെയുള്ള സിലിണ്ടറിക്കൽ ബീഡ്സും പിന്നെ കുറച്ച് സീക്വൻസും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈവച്ച് തുന്നിയെടുക്കാൻ പോകുന്ന ഒരു വർക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് ആരി എംബ്രോയ്ഡറിയോ അല്ലെങ്കിൽ എംബ്രോയ്ഡറി അറിയണമെന്നോ സ്റ്റിച്ചിങ് അറിയണമെന്നോ ഒന്നുമില്ല. നമുക്ക് സൂചി നൂലും വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു യോക്ക് ഡിസൈനാണിത്. അപ്പോൾ അതിൻ്റെ അളവുകൾ ആദ്യം തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. എത്ര ലെങ്ത്തിലാണോ യോക്ക് വേണ്ടത് അത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇതൊരു യു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. രണ്ട് സൈഡിലും, അതായത് സൈഡ് വഴിയും താഴെ ഭാഗത്തും ഒക്കെ 1 ഇഞ്ച് വീതം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു യോക്കിൻ്റെ വീതി എനിക്ക് 11 ഇഞ്ചിലാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ 11 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് സൈഡിലും 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് താഴെ ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്താണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റ് സെൻറ്റർ പോർഷൻ ആദ്യം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ വീതി 11 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ മാർക്ക് ചെയ്തെടുത്ത ശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ചോ 6 ഇഞ്ചോ 7 ഇഞ്ചോ അത് നിങ്ങളുടെ നെക്കിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ വിഡ്ത്ത് 6 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതായത് സെൻറ്റർ ലൈനിൽ നിന്ന് 3 ഇഞ്ച് ലെഫ്റ്റ് സൈഡിലേക്കും 3 ഇഞ്ച് റൈറ്റ് സൈഡിലേക്കും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് ജോയിൻ ചെയ്തൊരു ബോക്സായിട്ട് വരച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ വരച്ചെടുത്തിരിക്കുന്ന ബോക്സിനകത്ത് ഏത് ഷേപ്പിലാണോ നെക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ വി ഷേപ്പിലോ യു ഷേപ്പിലോ ഡയമണ്ട് ഷേപ്പിലോ ഏത് ഷേപ്പിലാണ് നിങ്ങൾക്ക് വരച്ചെടുക്കുന്നത് അത് നമുക്ക് ഇതിനകത്ത് തന്നെ ഉൾക്കൊള്ളിക്കുന്ന രീതിയിൽ വരച്ചെടുക്കണം. ഞാൻ ഈ ഒരു നെക്ക് യു ഷേപ്പിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ലൈറ്റ് യു വരച്ചു കൊടുക്കുകയാണ്. അതിപ്പോൾ നമുക്ക് വരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അളവ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്തെടുക്കാനാണ്. നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു യോക്കിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. താഴത്തെ ഈ ഒരു 2 കോർണറിൽ നിന്നും 2 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ യു ഷേപ്പിൽ വരച്ചെടുക്കാം. ഇതേപോലെ യോക്കിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം തന്നെ മേലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടി പോകും. അതവിടെ മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എത്ര ഡിസ്റ്റൻസിലാണോ ഓരോ പോയിൻറ്റും ചെയ്ത് കൊടുക്കേണ്ടത് അതനുസരിച്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് കറക്റ്റ് അളവുകളിൽ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അളവ് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ 1.5 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഓരോ പോയിൻറ്റും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ പോയിൻറ്റുകൾ തമ്മിലുള്ള വിഡ്ത്ത് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്.
ലെങ്ത്ത് 1.5 ഇഞ്ചിലും വിഡ്ത്ത് 2 ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ താഴെ വരെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ കംപ്ലീറ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എംബ്രോയ്ഡറി ഫ്രെയിമിൽ ഈ ഒരു തുണി ഫിക്സ് ചെയ്ത ശേഷം തുന്നിയെടുക്കാം. എൻ്റെ കയ്യിൽ ഈ ഒരു സൈസിലുള്ള ഫ്രെയിമാണുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം തന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് തുന്നിയെടുക്കാൻ പറ്റില്ല. ആദ്യം നമുക്ക് ഒരു ഹാഫ് പോർഷൻ ചെയ്തെടുത്ത ശേഷം ഫ്രെയിം അഴിച്ചെടുത്തിട്ട് മറ്റേ ഭാഗത്തേക്ക് ഫിക്സ് ചെയ്തിട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഫ്രെയിം നന്നായിട്ട് ടൈറ്റ് ആക്കിയിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പോയിൻറ്റിലും ബീഡ്സ് തുന്നിയെടുക്കാം. ആദ്യം തന്നെ സൂചി ഈ ഒരു പോയിൻറ്റിൻ്റെ അടിവശത്ത് കൂടി കുത്തി നല്ല വശത്തേക്ക് എടുക്കുകയാണ്. അതിനുശേഷം 2 mm ഹാഫ് ബീഡ്സ് ഒന്ന് കോർത്ത് കൊടുത്തു. അത് കറക്റ്റ് സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു സെൻട്രൽ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ബീഡ്സിൻ്റെ 4 വശത്തായിട്ട് ഈ ഒരു സിലിണ്ടറിക്കൽ ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഓരോ സിലിണ്ടറിക്കൽ ബീഡും കോർത്തെടുത്തിട്ട് ഈ ഒരു സെൻട്രൽ ബീഡ്സിൻ്റെ 4 വശത്തായിട്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ ഓരോ ഗ്യാപ്പിലും ഓരോ ഷുഗർ ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഷുഗർ ബീഡ്സും ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ എല്ലാ പോയിൻറ്റിലും ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അടിവശത്ത് കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു നൂല് കട്ട് ചെയ്തിട്ട് അടുത്ത പോയിൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതേപോലെ കംപ്ലീറ്റും യോക്കിലും ഈ ഒരു വർക്ക് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ ഞാൻ ഈ യോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്ക് പോർഷൻ മാത്രം വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഒരു ചെറിയ സീക്വൻസും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി വന്ന പീസിൽ സ്ലീവ്സിൻ്റെ അടിവശത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു യോക്ക് പോർഷൻ നമ്മളിനി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അളവിൽ തന്നെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് അളവിൽ നമുക്ക് മെയിൻ തുണിയും കട്ട് ചെയ്തെടുക്കാം. രണ്ട് പീസിൻ്റെയും സെൻട്രൽ പോയിൻ്റ് കറക്റ്റാക്കി വെച്ച് കൊടുത്ത ശേഷം പിന്നെ ഇത് കൊടുത്തിട്ട് അളവുകൾ തെറ്റാണ്ട് കട്ട് ചെയ്തെടുക്കാം.
ഇതേപോലെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് ഇനി സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് ലൈനിങ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാവും. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് 3 സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. മേൽഭാഗം സ്റ്റിച്ച് ചെയ്യുന്നില്ല, അതുവഴി നമുക്ക് ഈ ഒരു തുണി തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെയിൻ ഫാബ്രിക് ഇതേപോലെ വെച്ച് കൊടുത്തു, ലൈനിങ് ഇതേപോലെ കറക്റ്റ് അളവിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ഇതേപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ചുറ്റിലും ഇതേപോലെ കട്ട് ചെയ്ത ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു യോക്ക് പാർട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് കുർത്തിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതല്ലാതെ ഇതിൻ്റെ മെയിൻ ഫാബ്രിക് നമ്മൾ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ശേഷം കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നെക്ക് പോർഷനിൽ വെച്ചിട്ട് തയ്ച്ച് തിരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ബീഡ്സ് വർക്കും ചെയ്യാം. അത് നമ്മൾ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് തിരിച്ചിട്ട് അതിൻ്റെ എല്ലാ കോർണറും കറക്റ്റ് ലെവലിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സൈഡ് വഴി നമുക്കൊന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അത് നമുക്ക് കുർത്തിയിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ യു ഷേപ്പിൽ താഴെ ഭാഗത്തേക്കൊരു ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു യോക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സൈഡ് വഴി ഒന്നുകിൽ ഒരു ഗോട്ട ലേസ് വെച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ കളറിലുള്ള ഒരു 1/2 ഇഞ്ചിൻ്റെയോ 3/4 ഇഞ്ചിൻ്റെയോ വീതിയിലുള്ള ഒരു ലേസ് ഇതേപോലെ ബോർഡറായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. ഈ ഒരു ലേസ് വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഭാഗം മാത്രം പുറത്തേക്ക് കാണത്തക്ക രീതിയിൽ ഉൾവശത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു അജ്രക് പ്രിൻ്റുള്ള മെറ്റീരിയലിലാണ് കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള യോക്ക് പാറ്റേൺ നമ്മൾ റെഡിയാക്കി എടുത്തു. കുർത്തി സ്റ്റിച്ച് ചെയ്ത ശേഷവും നമുക്ക് ഇതേപോലെ ബീഡ്സ് വർക്കൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ടുള്ള കുർത്തി പോലും നമുക്ക് പാർട്ടി വെയർ ലുക്കിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ബിഗിനേഴ്സിന് പോലും, അതല്ലെങ്കിൽ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും ഇങ്ങനെയുള്ള ഒരു വർക്കൊക്കെ നമ്മുടെ കൈകൊണ്ട് തന്നെ തുന്നിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.